ആത്മബന്ധോ? നിങ്ങൾ എപ്പോഴെങ്കിലും പ്രണയിച്ചിട്ടുണ്ടോ? പ്രണയം ഈ പ്രപഞ്ചത്തിലെ മനോഹരമായ ഭാവങ്ങളിൽ ഒന്നല്ലേ പ്രണയം? പ്രണയിക്കുമ്പോൾ ഓരോ മനുഷ്യരിലും സംഭവിക്കുന്ന ചില രസകരമായ മാറ്റങ്ങളുണ്ട്. ജീവിക്കാൻ പ്രേരിപ്പിക്കുന്ന ചില മാറ്റങ്ങൾ. ഈ ഭൂമിയുടെ സൗന്ദര്യം മുഴുവൻ അപ്പോൾ നമുക്ക് ആസ്വദിക്കാൻ പറ്റും. ഒരു ചെമ്പനീർ പൂവിറുത്ത് മറ്റൊരാൾക്ക് നേരെ നീട്ടാൻ നമുക്കപ്പോൾ മറ്റൊന്നും തടസ്സമാവില്ല. അതെ, പ്രണയിക്കുമ്പോഴാണ് നമ്മൾ നമ്മളെ തന്നെ തിരിച്ചറിയുന്നത്. നമ്മിലേക്ക് തന്നെ ജീവചൈതന്യങ്ങളെ കുടിയിരുത്തിക്കൊണ്ട് മറ്റൊരാൾക്ക് മുന്നിൽ ഒരൽപ്പം താഴ്ന്നു കൊടുക്കാൻ നമ്മൾ തയ്യാറാകുന്നത്. ഈഗോ ഇല്ലാതെ പെരുമാറാൻ പലപ്പോഴും പ്രണയികൾക്ക് സാധിക്കാറുണ്ട്. എന്നാൽ ഈ പകൽ, ഇനി വരാനിരിക്കുന്ന ഈ ദിവസം നമുക്കൊരൽപ്പം പ്രണയിച്ചാലോ? ആരെ എന്നാണോ? അവനവനെ തന്നെ ഒന്ന് പ്രണയിക്കൂ. ഒന്ന് ശ്രദ്ധിക്കൂ നിങ്ങളെ തന്നെ. ആഹാ, മനോഹരമായ നിങ്ങളെ തന്നെ. നിങ്ങളെ ഏറ്റവും നന്നായി അറിയുന്ന, നിങ്ങളെ ഏറ്റവും നന്നായി സ്നേഹിക്കുന്ന ആ വ്യക്തി അവിടെ നിൽക്കുന്നത് കാണുന്നുണ്ടോ? നിങ്ങൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട നിറമുള്ള വസ്ത്രങ്ങൾ അണിഞ്ഞ് നിങ്ങളെ തന്നെ ശ്രദ്ധിച്ചുകൊണ്ട് ആ വ്യക്തി അവിടെ നിൽക്കുന്നത് കാണുന്നുണ്ടോ? ആ വ്യക്തി മനോഹരമായി പാടുന്നുണ്ടോ? സന്തോഷകരമായ എന്തോ ഒന്നിലേക്ക് നിങ്ങളെ ക്ഷണിക്കുന്നുണ്ടോ? തീർച്ചയായുമുണ്ട്. ഈ ദിവസം നമുക്ക് നമ്മളെ തന്നെ പ്രണയിക്കാം. നമുക്ക് തന്നെ മനോഹരമായൊരു സമ്മാനത്തെ നൽകിക്കൊണ്ട് നമ്മളോടൊപ്പം ഒരു ഡേറ്റിങ്ങിന് പോകാം. ഇഷ്ടമുള്ള സിനിമാ പാട്ട് നമുക്ക് നമ്മളെ തന്നെ ഒന്ന് പാടിക്കേൾപ്പിക്കാം. ഇഷ്ടമുള്ള ആ കായലോരത്ത് ഒന്ന് പോയി അവിടെ ഒരല്പനേരം ഇരിക്കാം. പണ്ടെന്നോ കണ്ട ഏറ്റവും പ്രിയപ്പെട്ട ഒരു സിനിമ വീണ്ടും ഒന്ന് കാണാം. അല്ലെങ്കിൽ വെറുതെ ഞാൻ എന്നെയും കൂട്ടി ഒരു യാത്ര പോവുക. കേൾക്കുമ്പോൾ ഭ്രാന്താണെന്ന് തോന്നുന്നുണ്ടോ? ചേർത്ത് വെച്ച ഇത്തരം ചെറിയ ചെറിയ ഭ്രാന്തുകളില്ലെങ്കിൽ പിന്നെ എന്താണ് ജീവിതം? ഇതിങ്ങനെ ഭ്രാന്തായി തന്നെ ഇരുന്നോളട്ടെ. പക്ഷേ നമുക്ക് സ്നേഹിക്കാം നമ്മളെ തന്നെ. നമ്മളെ തന്നെ നന്നായി അണിയിച്ചൊരുക്കി നമ്മളെ ഏറ്റവും നന്നായി സ്നേഹിക്കുന്ന ആൾക്ക് മുന്നിൽ നമ്മളെ തന്നെ അവതരിപ്പിക്കാൻ തയ്യാറാവുക. കണ്ണാടിക്ക് മുന്നിൽ നിൽക്കുമ്പോൾ നമുക്ക് തോന്നണം, ആ മനോഹരമായത് ഇവിടെ സുഖകരമായും സന്തോഷകരമായും കുടികൊള്ളുന്നല്ലോ എന്ന്. ഏറ്റവും സുന്ദരമായത് ഹൃദയത്തിൽ പൂവിടുന്നല്ലോ എന്ന്. ഓരോ തവണ കണ്ണാടിക്ക് മുന്നിൽ നിൽക്കുമ്പോഴും നമുക്ക് നമ്മളെ തന്നെ അഭിനന്ദിക്കുവാൻ കഴിയണം. വലത് കൈകൊണ്ട് ഇടത് തോളിൽ തട്ടിക്കൊണ്ട് പറയാനാകണം, വെൽ ഡൺ, വാവ്, ബ്യൂട്ടിഫുൾ. പുറത്തേക്കിറങ്ങുക, ഈ ദിവസത്തെ കാണുക, ഈ ദിവസത്തിൻ്റെ സന്തോഷങ്ങളെ സ്വീകരിക്കുക. നന്നായി പ്രണയിച്ചുകൊണ്ട് സമ്മാനങ്ങൾ നൽകിക്കൊണ്ട് നമ്മളെ തന്നെ നന്നായി ആരാധിക്കുക, നമ്മളെ തന്നെ ആദരിക്കുക, ബഹുമാനിക്കുക. ഞാൻ എന്നെ സ്നേഹിക്കുമ്പോൾ ഈ ഭൂമിയിൽ എന്നെ ഏറ്റവും സ്നേഹിക്കുന്ന വ്യക്തിയുമായിട്ടാണ് പ്രണയത്തിലായത് എന്ന് മനസ്സിലാക്കുക. ഒരു മൂളിപ്പാട്ടിൻ്റെ ഈണത്തോടെ എല്ലാം എല്ലാം സ്വസ്ഥമാക്കിക്കൊണ്ട് പ്രായമേതായാലും ഈ ദിവസം എന്തൊക്കെ പ്രശ്നങ്ങൾ നമ്മളെ കാത്തിരിക്കുന്നുണ്ട് എങ്കിലും
നമുക്ക് പരിഹരിക്കുവാൻ എത്രയെത്ര വലിയ സംഘർഷങ്ങളുണ്ടെങ്കിലും വിട്ടുകളയുക. ഒരു നിമിഷം ഒന്ന് വിട്ടുകളയുക. എന്നിട്ട് രഹസ്യമായി, എന്നാൽ ആഴത്തിൽ, തീവ്രമായി അവനവനെ തന്നെ ഒന്ന് പ്രണയിക്കുക. ഈ ദിവസം ആ പ്രണയിക്കു വേണ്ടി മാറ്റിവെക്കുക. ഇന്നേ ദിവസം ജീവിതമെന്ന മനോഹരമായ അവസരത്തെ അവനവന് തന്നെ ബോധ്യപ്പെടുത്തി കൊടുക്കുക. നോക്കൂ, ഞാൻ ആ അവസരം എത്ര വിശേഷമെന്ന് മനസ്സിലാക്കുന്നുവോ അത്രത്തോളം എനിക്ക് ഞാൻ പ്രധാനപ്പെട്ടതാകും. എൻ്റെ ജീവിതം പ്രധാനപ്പെട്ടതാകും. എനിക്ക് എത്ര നന്നായി എന്നെ സ്നേഹിക്കാനാകുന്നുവോ അത്രയ്ക്ക് വ്യക്തമായി എനിക്ക് മറ്റൊരാളെ സ്നേഹിക്കാൻ സാധിക്കും. എനിക്ക് ചുറ്റുമുള്ളവരെ, എൻ്റെ കുടുംബാംഗങ്ങളെ, എൻ്റെ സുഹൃത്തുക്കളെ സ്നേഹിക്കാനും ബഹുമാനിക്കാനും എനിക്ക് കഴിയണമെങ്കിൽ ആദ്യം ഞാൻ എന്നെ സ്നേഹിക്കണം. ഞാൻ എന്നെ മനസ്സിലാക്കണം. എനിക്ക് ഞാൻ സമയം കൊടുക്കണം. എന്നെ ഞാനൊന്ന് ശ്രദ്ധിക്കണം. എന്നെ ഞാനൊന്ന് അണിയിച്ചൊരുക്കണം. അവനവനെ തന്നെ സ്നേഹിക്കാനോ അവനവനെ തന്നെ ശ്രദ്ധിക്കാനോ അത് സ്വാർത്ഥതയല്ലേ? അതെങ്ങനെയാ ശരിയാവാ? നമ്മൾ മറ്റൊരാളെ സ്നേഹിക്കുമ്പോഴല്ലേ നന്മയുള്ളവരാകുന്നത്, കരുണയുള്ളവരാകുന്നത് എന്നിങ്ങനെ ചിന്തകൾ മനസ്സിലേക്ക് വന്നുവോ? ചങ്ങാതി, ഈ ലോകത്തെ സ്നേഹിക്കണമെങ്കിൽ, ഈ ലോകത്തിന് കരുണ നൽകണമെങ്കിൽ, നല്ലൊരു പുഞ്ചിരി കൊണ്ട് മറ്റൊരാളുടെ ജീവിതത്തിൽ പ്രകാശം നിറയ്ക്കണമെങ്കിൽ ആ പുഞ്ചിരിയുടെ മഹത്വം നമ്മൾ അറിയണ്ടേ? അപ്പോൾ ഞാൻ എന്നെ തന്നെ നോക്കിയൊന്ന് പുഞ്ചിരിക്കണ്ടേ? ആദ്യം സ്നേഹിക്കേണ്ടത് എങ്ങനെയാണ് എന്ന് ഞാൻ മനസ്സിലാക്കണമെങ്കിൽ എന്നെ തന്നെ വേണ്ടേ സ്നേഹിച്ചു പഠിക്കാൻ? മറ്റൊരാളുടെ ആവശ്യം അറിഞ്ഞ് പെരുമാറണമെങ്കിൽ, ആ ആൾക്ക് ആവശ്യമുണ്ടോ എന്ന് മനസ്സിലാക്കണമെങ്കിൽ ഞാനിപ്പോൾ എന്താണ് ആവശ്യപ്പെടുന്നത്, എനിക്കെന്താണിപ്പോൾ ആവശ്യം എന്ന് ഞാൻ മനസ്സിലാക്കിയിരിക്കണ്ടേ? അതുകൊണ്ട് അവനവനെ സ്നേഹിക്കൽ, അവനവനെ ബഹുമാനിക്കൽ ഒരിക്കലും ഒരു സ്വാർത്ഥതയാകുന്നില്ല. അപ്പോൾ മാത്രമാണ് നമ്മൾ മറ്റുള്ളവരെക്കുറിച്ച് ചിന്തിക്കുന്നത്, മറ്റുള്ളവർക്ക് വേണ്ടി ജീവിക്കുവാൻ സമയം കണ്ടെത്തുന്നത്. ഐ ലവ് യു എന്ന് നമ്മൾ മറ്റൊരാളോട് പറയുമ്പോൾ യഥാർത്ഥത്തിൽ നമ്മൾ നമ്മളെ തന്നെയാണ് സ്നേഹിക്കുന്നത്. പക്ഷേ ഐ വാല്യൂ യു എന്ന് പറയുമ്പോൾ അതിനൊരുപാട് അർത്ഥങ്ങളുണ്ട്. അതിന് ഞാൻ ആദ്യം എന്നെ വാല്യൂ ചെയ്യണ്ടേ, എന്നെ സ്നേഹിക്കണ്ടേ? സ്വയം നോക്കി മനോഹരമായി പറയൂ, ഐ ലവ് യു, ഐ വാല്യൂ യു. ആത്മബന്ധവും ഇന്നൊരു നല്ല ദിവസമായിരിക്കട്ടെ.